സ്ട്രെസ് ഈസ് ക്രിയേറ്റഡ്. ആ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ സ്ട്രെസ് ഈസ് ഓട്ടോമാറ്റിക്കലി മാനേജ്. എല്ലാ സിറ്റുവേഷൻസും എല്ലാവരിലും സ്ട്രെസ് ഉണ്ടാക്കുന്നില്ല. സ്ട്രെസ്സിൻ്റെ തോതും പലരെ സംബന്ധിച്ചിടത്തോളം ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. നമുക്ക് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും. മൈൻഡിനെ ആ സ്ട്രെസ് എന്ന് പറയുന്ന സംഭവത്തിനെ വളരെ ലഘൂകരിക്കാൻ സാധിക്കും അവനവന് ഇഷ്ടമുള്ള കായിക അഭ്യാസങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ. നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും വന്നു പോകുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്. ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് കേണൽ രാജീവ് മണാലി, CEO ഓഫ് SUT ഹോസ്പിറ്റൽ. വെൽക്കം ടു ദ ഷോ സർ. ഇപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സ്ട്രെസ്സ് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. സ്ട്രെസ് ഇല്ലാതെ ഒരു ലൈഫ് ഒരു ഡേ പോലും മുന്നോട്ട് പോവില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്ത് ലൈഫ് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇത്രയും കാലം ജീവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത്. അത് ഒരു ലേമാൻസ് വേർഷൻ ഓഫ് ഹൗ ടു ഹാൻഡിൽ സ്ട്രെസ്. സ്ട്രെസ്സ് അനീഷ പറഞ്ഞ പോലെ എല്ലാവർക്കും അവരുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഒരു വലിയ പരിധി വരെ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട് സ്ട്രെസ്സിനെ ലഘൂകരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സ്ട്രെസ് ഇല്ലാതാക്കാൻ സാധിക്കും. ഇത് ആദ്യം വേണ്ടത്, ഈ സ്ട്രെസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു ചുറ്റുപാട് വരുന്നു, ഒരു സംഭവം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ചുറ്റുപാട് ഉണ്ടാകുന്നു. അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് സ്ട്രെസ്സിനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രതികരണം നമുക്ക് നിയന്ത്രിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ചിന്താഗതി കൊണ്ട്, നമ്മുടെ പ്രതികരണം കൊണ്ട് സ്ട്രെസ്സിനെ സ്ട്രെസ് അല്ലാതാക്കാം, ഉള്ള സ്ട്രെസ്സിനെ ലഘൂകരിക്കാം. പല എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റായിട്ട് നമ്മുടെ മുമ്പിൽ നടക്കുന്നു, നമുക്കത് കാണുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരാം. ഈ ദേഷ്യം വരുന്നു എന്ന് പറയുന്നപ്പോൾ തന്നെ ആ ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും, നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ആ ഏത് സിറ്റുവേഷനോടും നമ്മുടെ പ്രതികരണമാണ് സ്ട്രെസ് ഉണ്ടാക്കുക, ഇല്ലാതാക്കുക ചെയ്യുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്, സ്ട്രെസ് ഈസ് ക്രിയേറ്റഡ്. ആ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്തിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ സ്ട്രെസ് ഈസ് ഓട്ടോമാറ്റിക്കലി മാനേജ്ഡ്. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റിനും ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഈ ആ ഒരു വിഷയങ്ങളെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ അറിയാത്ത ആൾക്കാരുണ്ടാവും. എന്നാലും അവർക്കൊരു ടിപ്പ് പോലെ എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം എന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ സാറിന്? എല്ലാ സിറ്റുവേഷൻസും എല്ലാവരിലും സ്ട്രെസ് ഉണ്ടാക്കുന്നില്ല. സ്ട്രെസ്സിൻ്റെ തോതും പലരെ സംബന്ധിച്ചിടത്തോളം ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ എന്ത് സംഭവിച്ചാലും എനിക്ക് ദേഷ്യം വരില്ല എന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ ദേഷ്യം വരില്ല. അപ്പോൾ അത് ഞാൻ എൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തിയിരിക്കുന്ന, എനിക്ക് എന്ത് പ്രകോപനം ഉണ്ടായാലും ഞാൻ ദേഷ്യപ്പെടില്ല എന്ന് വിചാരിച്ചാൽ ദേഷ്യം ഉണ്ടാവില്ല. അതുപോലെ സങ്കടവും നമുക്ക് വരുമ്പോൾ സങ്കടം ജനിപ്പിക്കുന്ന പല സംഗതികളും നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോകാം. പക്ഷെ ഞാൻ ഇതിലൊന്നും കുലുങ്ങാൻ പോകുന്നില്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ വിഷമം അല്ലാതാവും, സങ്കടം അല്ലാതാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാം നമ്മുടെ മനസ്സിനെ, ഭഗവാൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ളൊരു വലിയൊരു ഉപകരണമാണ് മനസ്സ്. ആ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ, അത് ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയാണെങ്കിൽ പല സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ നിന്നും നമുക്ക് സ്വയം ഒഴിവാകാൻ സാധിക്കും.
ഈ ഡോക്ടേഴ്സിൻ്റെയൊക്കെ സ്ട്രെസ് അവർക്കും കാണുമല്ലോ. അവർ ബാക്കിയുള്ളവരുടെ സ്ട്രെസ് കുറയ്ക്കുന്നു, അവർ ബാക്കിയുള്ളവരെ ചികിത്സിക്കുന്നു, എല്ലാവർക്കും നല്ലത് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് ഡോക്ടേഴ്സ്. അപ്പോൾ ഈ ഡോക്ടേഴ്സിന് വരുന്ന സ്ട്രെസ് അത് എങ്ങനെയാണ് മനസ്സിലാക്കി അവരെ ആ ഒരു രീതിയിൽ നല്ലപോലെ കൊണ്ടുപോകാൻ എങ്ങനെയാണ് സാറിന് സാധിക്കുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഡോക്ടേഴ്സിന് നമുക്കൊന്ന് പരിശോധിക്കാം, ഡോക്ടേഴ്സിന് എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാകുക എന്നുള്ളത്. മിക്കവാറും കേസസിൽ ടൈം മാനേജ്മെൻ്റ് ആണ് ഡോക്ടേഴ്സിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സംഗതി. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരികയാണ്, ആ പേഷ്യൻസിനൊരു പ്രതീക്ഷയുണ്ട്, എൻ്റെ അടുക്കൽ കുറേ നേരം ചിലവഴിക്കും, എൻ്റെ സംശയങ്ങൾക്ക് ദൂരീകരണം ഉണ്ടാകും എന്നൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഇട്ടാണ് പേഷ്യൻ്റ് വരുന്നത്. ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് റിയാക്ഷൻസ് ഉണ്ടാകുക. അപ്പോൾ ഈ പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള ഇടപെടലിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു താളം തെറ്റുകയാണെങ്കിൽ അവിടെ സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സമയത്തിന് സംഗതികൾ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അതിൻ്റെ സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു സങ്കീർണമായ പ്രശ്നം ഹാൻഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിഗമനങ്ങൾ ശരിയാകാതെ വരുമ്പോൾ ഒക്കെ വീണ്ടും സ്ട്രെസ് ഉണ്ടാകാം. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യേണ്ട സ്ഥലം അല്ലെങ്കിൽ ഇടം സ്വന്തം മനസ്സിലാണ്. അപ്പോൾ പിന്നെ ഈ സ്ട്രെസ് എന്നൊരു സംഗതി ഉണ്ട്, അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കും നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ എന്നൊരു അറിവ് പകർന്നു നൽകാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ സ്ട്രെസ് ചിലർ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും, ആവശ്യമില്ലാതെ സ്ട്രെസ് ഉണ്ടാക്കുന്ന രീതിയിൽ ടെൻഷൻ അടിക്കും, അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിക്കും ബാക്കിയുള്ളവർക്ക്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നിത്യജീവിതത്തിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ, കാര്യക്ഷമമായിട്ട് ചെയ്യാൻ കഴിയും. അതിന് സ്ട്രെസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ അവനവൻ്റെ മനസ്സുകൊണ്ട് ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ട് സ്ട്രെസ്സിനെ ഒഴിവാക്കാം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുതന്നെയാണ് സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബാക്കിയുള്ളവരോടും പറയാറുള്ളത്, ഇൻക്ലൂഡിങ് വീട്ടിൽ. വേറെ എന്തൊക്കെ എക്സസൈസിലൂടെയോ അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റിലൂടെയോ യോഗ അങ്ങനെയൊക്കെയുള്ള എന്തിലെങ്കിലും ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഈ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുമെന്നാണോ സാറിൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും. ഇത് ആക്ച്വലി അനീഷ തന്നെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. മെഡിറ്റേഷൻ, ധ്യാനം, അവനവനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുകയാണെങ്കിൽ, അതൊരു റെഗുലറായിട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ഒരു 5-10 മിനിറ്റോ ദിവസം അവനവൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രയാണം തുടങ്ങി വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെയധികം പ്രശ്നങ്ങൾ അവിടെ തന്നെ അവസാനിക്കും. കാരണം മിക്കവാറും പേർക്കും അവനവനെക്കുറിച്ച് തന്നെ വലിയ അറിവില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാമെങ്കിൽ പിന്നെ ഈ മെഡിറ്റേഷനിൽ കൂടെ, ധ്യാനത്തിൽ കൂടെ ഒരു സൂപ്പർ കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുകയാണെങ്കിൽ, ഇതൊക്കെ ഞാൻ വലിയ കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷേ അത്ര സങ്കീർണത ഒന്നും അല്ല ഈ കാര്യം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട്, നമ്മൾ ഉപരിയായിട്ട് എന്തോ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുകയാണ്. ആ ബന്ധപ്പെടലിലൂടെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുകയാണെങ്കിൽ, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ആ മെഡിറ്റേഷൻ കൊണ്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു എന്താ, എനക്ക് വെറുതെ ഒരു മെഡിറ്റേഷൻ ഒരു വലിയ സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സ്ഥായിയായി ഉറക്കം വരുന്ന പോലെയോ അല്ലെങ്കിൽ ചിരിക്കുന്നത് പോലെയോ ഒരു പ്രക്രിയയാണ് മെഡിറ്റേഷൻ. നമ്മൾ ഇപ്പോൾ ഉറങ്ങാൻ ആരെങ്കിലും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അതുപോലെ ധ്യാനം ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവ വിശേഷം അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാണ്. മനുഷ്യന് വളരെ എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് മെഡിറ്റേഷൻ. പക്ഷെ പലരും ശ്രമിക്കാറില്ല, അതുകൊണ്ടത് സാധിക്കാറില്ല. വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ തന്നെ അവനവൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാനും
അവനവനിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലാനും ഒക്കെ നമുക്ക് കഴിയും. അതിന് ഇനീഷ്യലി ചിലപ്പോൾ ട്രെയിനിങ് വേണ്ടി തന്നിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് ഇത്ര സിമ്പിളാണല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നാനും സാധ്യതയുണ്ട്. മെഡിറ്റേഷൻ, അതുപോലെ തന്നെ യോഗ, പ്രാണായാമം, ഈവൻ എക്സസൈസ്, ഏത് രീതിയിലുള്ള എക്സസൈസ്, സ്വിമ്മിങ്, ഓട്ടം, ചാട്ടം, ജിമ്മിങ്, ഇതെല്ലാം ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ വളരെ നല്ല ഫലങ്ങൾ ഉണ്ടെന്നുള്ളതാണ് മൈൻഡിനെ വാസ്തവം. നമുക്ക് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും ആ അല്ലേ? മൈൻഡിനെ ആ സ്ട്രെസ് എന്ന് പറയുന്ന സംഭവത്തിനെ വളരെ ലഘൂകരിക്കാൻ സാധിക്കും അവനവൻ ഇഷ്ടമുള്ള കായിക അഭ്യാസങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ. ഓക്കെ. സ്ട്രെസ്സിനെ നമ്മൾ തന്നെയാണ് സ്ട്രെസ് ഉണ്ടാക്കുന്നത്, നമ്മൾ തന്നെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടതും, നമ്മൾ തന്നെയാണ് അത് മാറ്റേണ്ടതും, ഒരു നല്ലൊരു ലൈഫ് കൊണ്ടുപോവേണ്ടതും നമ്മൾ തന്നെയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. സർ, അപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചും സ്ട്രെസ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ചും ഒക്കെ നമ്മളോട് പറഞ്ഞു തന്നു. വളരെയധികം നന്ദി സർ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓരോ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് ചുറ്റും സ്ട്രെസ് ഉണ്ടാക്കാതിരിക്കാനുള്ളൊരു ശ്രമം കൂടെ നമ്മൾ ഓരോരുത്തരും നടത്തുകയാണെങ്കിൽ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ്, നമുക്ക് ചുറ്റും ഒരു സ്ട്രെസ് ഇല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കൂടെ കഴിയും എന്ന് പറഞ്ഞു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു താങ്ക് യു വെരി മച്ച്.